സൈലന്റ് ബാങ്കിങ്. അപ്പൊ SBI ക്ലർക്കിന്റെ എക്സാമിങ് അടുത്തെത്തി. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യണ്ട, പരീക്ഷയ്ക്ക് എങ്ങനെ പോകണം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഡൂസ് നോക്കാം. ഓക്കെ, ഡൗൺലോഡ് യുവർ അഡ്മിറ്റ് കാർഡ് ഫസ്റ്റ് ഓഫ് ഓൾ. അത് നിങ്ങൾ ആദ്യം ചെയ്യണം. ഓക്കെ, അതിൽ ഒരു കൺഫ്യൂഷനും വേണ്ട. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ ദിവസം എന്നാണെന്ന് കൺഫേം ചെയ്യുക. ആ ദിവസത്തേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങൾ പ്രിപ്പറേഷനും സ്റ്റാർട്ട് ചെയ്യുക. അതായത് എങ്ങനെയാണ്, ഡെയിലി നിങ്ങൾ 2 മോക്ക് വെച്ചെടുക്കുക. ഡെയിലി 2 മോക്ക് മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്തിട്ട്, മാക്സിമം അല്ല, മിനിമം നിങ്ങൾ ട്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കുക. 2 എണ്ണം. സെക്ഷണൽ ക്വിസസ്, സെക്ഷണൽ ടെസ്റ്റുകൾ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെക്ഷൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ കോണ്ട് അല്ലെങ്കിൽ റീസണിങ് ഏതാണ് നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്യുന്നത്, കുറച്ചുകൂടെ പ്രാക്ടീസ് വേണം തോന്നുന്നത്, അത് നിങ്ങളൊന്നുകൂടെ ട്രൈ ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, അതൊക്കെ ചെയ്യുക. മാത്രമല്ല, നിങ്ങളുടെ എക്സാമിന് പോകുന്നതിന് മുന്നേ എന്ത് ചെയ്യണമെന്ന് ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട്, അത് ശ്രദ്ധിച്ച് തന്നെ കേട്ടോണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡൗൺലോഡ് ചെയ്യുക അഡ്മിറ്റ് ടിക്കറ്റ്സ്, ദെൻ കൺഫേം യുവർ ഡേറ്റ്സ്, പ്ലാൻ ചെയ്യുക, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക, ഡെയിലി മോക്ക് ടെസ്റ്റുകൾ എടുക്കുക, ഡൗട്ടുള്ള ഏരിയാസ് ഒന്നും കൂടെ ഒന്ന് എഴുതുക, എക്സാംസ് ക്വിസ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ടെസ്റ്റ് എടുത്ത് നോക്കുക. എസ്പെഷ്യലി സെക്ഷണൽ ടെസ്റ്റോ സെക്ഷണൽ ക്വിസോ ഒക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യുക. ഒപ്പം നല്ലോണം വെള്ളം കുടിക്കുക. ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ, ലൈക്ക് സ്റ്റേ ഹൈഡ്രേറ്റഡ്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് പോകുന്നത്. സോ മഴയും വെയിലും ഇങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല ആഹാരം കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഫിസിക്കലി മെന്റലി നമ്മൾ ഹെൽത്തി ആയിരിക്കണം. ഒരുപാട് അനാവശ്യ ചിന്തകളൊന്നും കൊണ്ടുപോകണ്ട. അപ്പം നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കാതിരിക്കുന്നത് ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കും. എക്സാമിന് പോകുമ്പോൾ പോലും നിങ്ങൾ നല്ലോണം വെള്ളം കുടിക്കണം. വേറെ എന്ത് ചെയ്തില്ലെങ്കിലും വെള്ളം കുടിച്ചോണം, മറക്കരുത്. ആൻഡ് ദെൻ നന്നായിട്ട് ഉറങ്ങുക. ഈ രാത്രി 12-1 മണി വരെ ഫോൺ സ്ക്രോൾ ചെയ്തിരിക്കാതെ നല്ലോണം കിടന്നുറങ്ങണം. എക്സാമിന്റെ ടൈമിലെങ്കിലും, ഇപ്പൊ ഒരാഴ്ചയുണ്ട് എക്സാമിനെങ്കിൽ ആ ഒരാഴ്ച നന്നായിട്ട് ഉറങ്ങുക. കൃത്യം ഒരു 7-8 മണിക്കൂർ നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടട്ടെ. ഉറക്കം വരുന്നില്ല എന്നൊരു പ്രശ്നം വരുന്നതിന്റെ ഫസ്റ്റ് റീസൺ നിങ്ങൾ ഈ മൊബൈൽ സ്ക്രോൾ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ മൊബൈൽ സ്ക്രോൾ ചെയ്ത് നിർത്തിയിട്ട് നന്നായിട്ട് നിങ്ങൾ ഉറങ്ങുക. അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒരു ബുക്ക് വായിക്കാം തുടങ്ങുമ്പോഴേ നിങ്ങൾക്ക് ഉറക്കം വരും. ബുക്ക് വായിക്കാം. പാല് കുടിക്കുന്നത് നല്ലതാണ് ഉറക്കം വരാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് ചെന്ന് ഓടിക്കിടക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉറക്കം വരാത്ത അവസ്ഥ. അത് ഉറങ്ങുന്നതിന് ഒരു 1 അവർ അല്ലെങ്കിൽ 1.5 അവർ മുന്നേ ആഹാരം കഴിക്കുക. അപ്പം ഫുഡൊക്കെ ഡൈജസ്റ്റ് ചെയ്ത് നമ്മൾ നല്ല സെറ്റ് ആവും. അതുപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒന്നും തന്നെ രാത്രി കുടിക്കാതിരിക്കുക. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് ഡ്രിങ്ക്സ് അങ്ങനെ ഒന്നും കഴിക്കാണ്ട് നല്ലവണ്ണം ഒരു ലൂക്ക് വാം വാട്ടർ, ഇളം ചൂടുള്ള വെള്ളമൊക്കെ കുടിച്ച് സെറ്റായിട്ട് പോയി കിടക്കാൻ പോകുമ്പോൾ നമ്മൾ ഉറങ്ങുന്ന ഒരു റൂം എന്ന് പറയുന്നത് ഉറങ്ങുന്ന കണ്ടീഷനിൽ തന്നെ ആയിരിക്കണം. അതായത് ഉറക്കം വരണം. അവിടെ നിങ്ങൾ കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ്സ് വെക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര ബ്രൈറ്റ് ലൈറ്റ്സ് വെക്കുകയോ ഒന്നും ചെയ്യാണ്ട് പറ്റുമെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്ത് നമുക്ക് ബെഡും നമ്മുടെ പുതപ്പും നമ്മുടെ തലയണയൊക്കെ മാത്രമായിട്ട് നമുക്ക് തന്നെ ഒരു കോസി ആയിട്ടുള്ളൊരു ഉറക്കം വരുന്ന പോലത്തെ ഒരു എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. എക്സാമിന് മുന്നേ നന്നായി, അത് എക്സാമിന് പോകുന്നതിന് മുന്നേ നല്ല ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതൊക്കെ നമുക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. സോ അടുത്ത് നമുക്ക് നോക്കാം മെയിൻസ് പ്രിപ്പറേഷൻ. ഡോൺസ് ആണ് ഞാൻ ഇനി പറയാനുള്ളത്. ഇപ്പൊ ഞാൻ ചെയ്യാനുള്ളത്, അതായത് ഡൂസ് ഞാൻ പറഞ്ഞു, ഡെയിലി മോക്ക് എടുക്കുക, സെക്ഷണൽ ടെസ്റ്റ് എടുക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, പ്രോപ്പർ സ്ലീപ്പ് എടുക്കുക. അത് മാത്രമേ സെക്ഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ നന്നായിട്ട് നോക്കുക, അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ചെയ്യാന്ന് പറഞ്ഞു. ഇനി ഡോൺസ്, മെയിൻസ് പ്രിപ്പറേഷൻ കുറച്ചൊന്ന് എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. മെയിൻസ് പ്രിപ്പറേഷൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. SBI ക്ലർക്കിന്റെ പ്രിലിംസ് എക്സാമിനേഷൻ ആണ്. അപ്പം മെയിൻസ് നമുക്ക് കുറച്ച് നേരം ഒരു 1 വീക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് എക്സാം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, റീസ്റ്റാർട്ട് ചെയ്യാം. സോ മെയിൻസ് പ്രിപ്പറേഷൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. മാത്രമല്ല, നിങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളാണെങ്കിൽ ഈ എക്സാമിനോട് അടുക്കുമ്പോൾ വീണ്ടും പുതിയ പുസ്തകങ്ങൾ വായിക്കാതെ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വായിച്ചു കൂട്ടാതിരിക്കുക. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് റീഡ് ചെയ്യുന്നത്, ഞാൻ എപ്പോഴും പറയും വായിക്കണം, പക്ഷെ പരീക്ഷ എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വായിക്കാൻ നിൽക്കരുത്. അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. സോ വായന ഒരല്പം കുറയ്ക്കുക. നിങ്ങൾ ഓൾറെഡി പഠിച്ചത് റിവിഷൻ ചെയ്തോളൂ. റിവിഷൻ ഇസ് ഗുഡ്. പക്ഷെ അല്ലാണ്ട് പുതിയ പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ച് സീരീസ് ഒക്കെ വാങ്ങിച്ച് വായിക്കാനൊന്നും നിൽക്കരുത് ആ സമയത്ത്. ദെൻ അതുപോലെ തന്നെ പുതിയ സാധനങ്ങൾ പഠിക്കുന്നത് നിർത്തുക. അത് പുതിയ കോൺസെപ്റ്റ്, പുതിയ ടോപ്പിക് ഒന്നും എക്സാമിനേഷൻ തൊട്ട് മുന്നേ പഠിക്കാൻ നിൽക്കരുത്. ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെ ധാരാളം. അത് പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്ത് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്ത് പരീക്ഷയ്ക്ക് പോവുക. അല്ലാണ്ട് പുതിയൊരു കാര്യം ഇത് പുതിയൊരു ടോപ്പിക്കാണ്, ഈ ടോപ്പിക്ക് ഞാൻ പഠിച്ചില്ല, ഈ ടോപ്പിക്ക് പഠിക്കാമെന്ന് പറഞ്ഞ് പരീക്ഷയുടെ തലേ ദിവസം പോയിരുന്നു പുതിയൊരു ടോപ്പിക്ക് പഠിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് അത് ഓർമ്മ വരാൻ പോകുന്നില്ല. ഓർമ്മയുള്ളതും കൂടി മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡോണ്ട് ലേൺ ന്യൂ തിങ്സ്. ഓക്കെ, ദെൻ അടുത്തത് ജങ്ക് ഫുഡ്. ഈ കാണുന്നതെല്ലാം വാങ്ങി കഴിക്കണം എന്ന് തോന്നും. അല്ലെങ്കിൽ ഈ പരീക്ഷ എടുക്കുമ്പോൾ ചില കുട്ടികൾ മിസ് ഭയങ്കര ക്രേവിങ് ആണെന്ന്. എന്തിന്? ഓക്കെ, പ്രഗ്നൻസി ക്രേവിങ് അണ്ടർസ്റ്റാൻഡബിൾ, അങ്ങനെ കുറെ ക്രേവിങ്സ് വരുന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ എക്സാമിനേഷൻ ക്രേവിങ് നോ.
എക്സാമിനേഷൻ സമയത്ത് സ്ട്രെസ് കൂടി സ്ട്രെസ് ഈറ്റിംഗ് തുടങ്ങരുത്, അല്ലെങ്കിൽ ഫുഡ് വാരി വലിച്ച് കഴിക്കുന്നത് നിർത്തുക. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന, നമ്മുടെ വീട്ടിൽ നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ ഹോസ്റ്റലോ എവിടെയാണ് നിൽക്കുന്നത് അവിടെ ഉണ്ടാക്കുന്ന ആഹാരം കഴിക്കുക. അത് നല്ല ആഹാരമാണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ രാവിലെ എണീറ്റ ഉടനെ ഒരു ചെറിയ ചൂടുവെള്ളം കുടിക്കുക, ഒന്ന് അല്ലെങ്കിൽ ചിയാസീഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിക്കാം കേട്ടോ. അപ്പൊ അത് വെള്ളം കുടിക്കുക, എംറ്റി വൈറ്റിൽ, സത്യം പറഞ്ഞാൽ എംറ്റി വൈറ്റിൽ ലൂക്ക് വാം വാട്ടർ കുടിക്കുക. അതിനുശേഷം സ്റ്റീംഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഇപ്പം നമ്മൾ മലയാളികളായതുകൊണ്ട് നമുക്ക് പുട്ട്, ദോശ, ഇഡ്ഡലി അങ്ങനെയുള്ള സ്റ്റീംഡ് ആയിട്ടുള്ള ഫുഡുകൾ, അതിൻ്റെ കൂടെ എന്തെങ്കിലും പ്രോട്ടീൻ, കടലയൊക്കെ നല്ലതാണ്, അങ്ങനെയുള്ള ഐറ്റംസ് കഴിക്കാം. ബോയിൽഡ് എഗ്സ് കഴിക്കാം, നല്ലതാണ്. അതിനുശേഷം ഉച്ചയാകുമ്പോഴത്തേക്കും നല്ല ലഞ്ച്, കുറച്ച് വെജീസും കുറച്ച് ചിക്കനോ മീനോ എന്തെങ്കിലുമുള്ള നല്ല പോലെ വെജിറ്റബിൾസ് ആണെങ്കിൽ നിറയെ വെജിറ്റബിൾസ്, അല്ലെ പനീർ, ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് ചോറ് കഴിക്കാം. വളരെ കുറച്ച് ചോറും ബാക്കി കുറച്ച് അധികം കറികളും എടുത്ത് കഴിച്ചാൽ മതി. ഈവനിങ് ആകുമ്പോഴേക്കും അതുപോലെ ചപ്പാത്തിയോ എന്തെങ്കിലും പ്രോട്ടീൻ ആയിട്ടുള്ള സാധനമോ കഴിക്കുക, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ സ്നാക്സ് കഴിക്കാൻ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുക, നട്ട്സ് കഴിക്കുക. ഓക്കെ, അതായത് നമ്മുടെ വീട്ടിൽ നമുക്ക് ലോക്കലി അവൈലബിൾ ആയ കാര്യങ്ങൾ കഴിക്കാൻ നിൽക്കുക. ബർഗറും സാൻഡ്വിച്ചും പിസ്സയും ലോഡഡ് ഫ്രൈസും അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഈ ജങ്ക് ഫുഡ് എല്ലാം ഒരു തവണ കുറച്ച് നാളത്തേക്ക് ഹോൾട്ട് ചെയ്യുക, അതായത് സ്റ്റോപ്പ് ചെയ്യുക. യു ക്യാൻ ഈറ്റ് ഇറ്റ് ആഫ്റ്റർ യു എക്സാം. ഓക്കെ, സോ ഈ ജങ്ക് ഫുഡ് ഒന്നും കഴിക്കണം, വയറ് കേടാവാൻ ചാൻസ് കൂടുതലാണ്. അതായത് നമുക്ക് എക്സാമിന്റെ സമയത്ത് ബാത്റൂമിൽ പോകാന്നുള്ളൊരു കണ്ടീഷൻ വരുന്ന ആലോചിച്ച് നോക്കി, ഇറ്റ്സ് നോട്ട് വാട്ട് വി വാണ്ട് അല്ലേ. സോ നമുക്ക് ഡയറിയ പോലത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാതെ അല്ലെങ്കിൽ ഫുഡ് പോയ്സണിങ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ജങ്ക് ഫുഡ് കഴിവതും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഫോൺ സ്ക്രോൾ ചെയ്യുന്നത് കുറച്ച് നിർത്തുക. ഇപ്പം ഞാൻ ഇനി മുതൽ ഇൻസ്റ്റ നോക്കില്ല എന്ന് പറഞ്ഞ് ഇൻസ്റ്റ ഡീആക്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റ അൺഇൻസ്റ്റാൾ ചെയ്യും, എന്നിട്ട് യൂട്യൂബിലെ ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കും. കാരണം യു ഗൈസ് ആർ ഹാവിങ് അറ്റൻഷൻ ഡെഫിസിറ്റ്. ചില സമയങ്ങളിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സിനിമയുടെ ഒരു കുറച്ച് പാർട്ട് കഴിയുമ്പോൾ അതിന് സ്കിപ്പ് ചെയ്ത് കളയുന്നു. അത് ഇതെന്ത് ലാഗാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ആ സിനിമ മുഴുവൻ, പണ്ടൊക്കെ നമ്മളൊരു സിനിമ മുഴുവൻ ടി വിയിൽ മുഴുവനായിട്ട് മിണ്ടാണ്ട് കൈയും കെട്ടിയിരുന്ന് ഫുൾ കണ്ടുകൊണ്ടിരുന്നത് നമുക്ക് ഇപ്പോൾ ഒരു സിനിമ കുറച്ച് നേരം കഴിഞ്ഞ് ലാഗ് അടിക്കാൻ തുടങ്ങി അപ്പോൾ സ്കിപ്പ് ചെയ്ത് അതിൻ്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകണം തോന്നുന്നതിൻ്റെ മെയിൻ റീസൺ അറ്റൻഷൻ ഡെഫിസിറ്റ് ആണ്. നിങ്ങൾ എപ്പോഴും 3 സെക്കൻഡ് കൂടുതൽ നിങ്ങൾക്ക് സ്ക്രോളിങ് ചെയ്തുകൊണ്ടേ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കുറേ നേരം ഒന്നിൽ ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ എക്സാമിനേഷൻ ടൈമിൽ സ്ക്രോളിങ് ഒഴിവാക്കുക. പ്രത്യേകിച്ച് രാത്രി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഫോൺ അടുത്ത് വെച്ച് സ്ക്രോൾ ചെയ്യുന്നത് തീർത്തും ഒഴിവാക്കുക. നിങ്ങൾ അപ്പോൾ പറയും മിസ് അലാറം വെക്കണ്ടേ, അലാറം രാവിലെ എണീക്കണം, ഇതൊക്കെയാണ് ഞാൻ കേൾക്കുന്ന റീസൺസ് കേട്ടോ. അലാം നിങ്ങൾക്ക് ചെറിയൊരു അലാം ക്ലോക്ക് വാങ്ങിക്കാൻ കിട്ടും, വലിയ വിലയൊന്നും ആവില്ല, ചെറിയൊരു അലാം ക്ലോക്ക് വാങ്ങിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ അലാം സെറ്റ് ചെയ്ത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കുറച്ച് ദൂരെ എവിടെയെങ്കിലും വെക്കുക. നിങ്ങൾ എണീറ്റ് പോയി ആ ഫോൺ എടുക്കുന്ന പോലെ അല്ല, നിങ്ങൾ ബെഡിൽ തലങ്ങളുടെ സൈഡിൽ അലാറം വെക്കും, എന്നിട്ട് 6 മണിക്ക് ഓഫ് ചെയ്ത് 6:30 വെക്കും, 6:30 കഴിഞ്ഞിട്ട് ഓഫ് ചെയ്ത് 7:30 വെക്കും, 7:30 ഓഫ് ചെയ്ത് 8:30 വെക്കും. ഡോണ്ട് ഡൂ ദാറ്റ്. ഓക്കെ, സോ സ്ക്രോളിംഗ് ഒന്ന് നിർത്തലാക്കുക. ഇങ്ങനെയുള്ള ആപ്പുകൾ ഉണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് അത് യൂസ് ചെയ്യാതിരിക്കാം. പഠിത്തത്തിലും നമ്മുടെ എക്സാമിലും മാത്രം ഫോക്കസ് ചെയ്യാം. ഓക്കെ, ദെൻ ഓവർ തിങ്കിങ് നിർത്തുക. എനിക്ക് കിട്ടില്ലെങ്കിലോ, അയ്യോ ഞാൻ ഇത്രയും പഠിച്ച് എനിക്ക് ഓർമ്മ വന്നില്ലെങ്കിലോ, ടഫായെങ്കിലോ, അയ്യോ റീസണിങ് ഇങ്ങനെ ആയാലോ, ഇംഗ്ലീഷ് ഇങ്ങനെ ആയാലോ, കോണ്ട് ഇങ്ങനെ ആയാലോ. സ്റ്റോപ്പ് ഇറ്റ്, ഡോണ്ട് ഡു ദാറ്റ്. പീസ്ഫുൾ ആയിരിക്കുക. സമാധാനമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ജീവിതത്തിൽ. നമ്മൾ ആവശ്യത്തിന് പഠിച്ചിട്ടുണ്ട്, പഠിച്ചതൊക്കെ ഓർമ്മയിൽ ഉണ്ടാവണമെങ്കിൽ റിവിഷൻ ചെയ്താൽ മതി. സമാധാനത്തോടെ സന്തോഷത്തോടെ എന്നാൽ കഴിയുന്നത് പോലെ, എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ എൻ്റെ ബെസ്റ്റ് കൊടുക്കും എന്ന് പറഞ്ഞ് പോയി പരീക്ഷ എഴുതി നോക്കിയേ. ടേക്ക് എ ഡീപ് ബ്രെത്ത് ആൻഡ് ഗോ ദെയർ, റൈറ്റ്, ലൈക്ക് ഡു ദ എക്സാം, കം ബാക്ക്. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഓക്കെ, ബേസിക്കലി നമ്മൾ വളരെ പോസിറ്റീവായിട്ട് വളരെ പീസ്ഫുൾ ആയിട്ട് പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാം ചിന്തിച്ച് മനസ്സിലാക്കി ചെയ്യാനുള്ള കഴിവുണ്ടാവും ഉറപ്പായിട്ടും. ഓക്കെ, ഓവർ തിങ്കിങ് വേണ്ട. അതുപോലെ ഈ ട്രിപ്പ് പോകാനൊക്കെ പോകുന്ന പോലെയാണ് ചിലർ എക്സാമിനേഷന് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എക്സാമിനേഷൻ ടൈമിൻ്റെ ഇടയിൽ ലോങ് ട്രാവൽസ് കഴിവതും ഒഴിവാക്കുക. ഒരിടത്തേക്കും അധികം ട്രാവൽ ചെയ്യാണ്ടിരിക്കുക. വീട്ടിലിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നിടത്ത് പഠിക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ ആണെങ്കിൽ അങ്ങനെ കാണുക. അല്ലാണ്ട് ഒരുപാട് സ്ഥലത്ത് കറങ്ങി നടക്കുക, ചേച്ചിയുടെ കല്യാണം, എൻ്റെ കോൺവക്കേഷൻ, അങ്ങനെ ഇങ്ങനെ ഓരോ പരിപാടിക്ക് ഇങ്ങനെ കറങ്ങി നടക്കാതെ വീട്ടിലിരിക്കുക, ഹെൽത്ത് ശ്രദ്ധിക്കുക. മൈൻഡ് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ മെന്റൽ ഫിസിക്കൽ ഹെൽത്ത് ആണ് ഡ്യൂറിങ് എക്സാം ടൈം. ഇറ്റ്സ് വെരി ക്രിട്ടിക്കൽ. അത് നമ്മൾ നന്നായിട്ട് നോക്കണം. ഈ ലോങ് ട്രാവൽ എന്ന് ഞാൻ പറയുന്നത് ട്രാവൽ ചെയ്യുന്ന മാത്രമല്ല, എക്സാമിനേഷന് പോകുമ്പോൾ രാവിലെ ഇതുപോലെ പോകരുത്. ചെവിയിൽ ഹെഡ്ഫോൺസും വെച്ച് അണ്ടങ്കാക്ക കൊണ്ടക്കാരി റണ്ടക്ക എന്ന് പറഞ്ഞ് കയറിയിരിക്കും. എന്നിട്ട് എന്താ സംഭവിക്കുക? അവിടെ നമ്മൾ ഓൾറെഡി സ്ഥലത്തെത്തി, ഹാളിലെത്തി, എക്സാമിന് കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ട് ഇരിക്കുമ്പോഴും തലയിൽ ആ പാട്ടാണ്. അപ്പൊ തലയിൽ ആ പാട്ടും കേട്ടാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു റീസെന്റ് ആയിട്ട് ഇറങ്ങിയ കുറെ ഇൻസ്റ്റാഗ്രാമിൽ കേൾക്കുന്ന പാട്ടുകളൊക്കെ ആയിരിക്കും തലയ്ക്കകത്ത് ഉണ്ടാവുക. ഏത് മൂഡ്? ഓണം മൂഡ്. ആ മൂഡിലായിരിക്കും ഇത് പരീക്ഷ എഴുതുന്നത്. ചിലപ്പോൾ പരീക്ഷ എഴുതുന്ന സമയത്ത് റീഡിംഗ് കോമ്പ്രഹെൻഷൻ വായിക്കുമ്പോൾ തലയിൽ പാട്ടായിരിക്കും, ബാക്ക്ഗ്രൗണ്ടിൽ ജാസ്തി ഗിഫ്റ്റ്, അഴകാലിലെ മഞ്ഞച്ചെരടിലെ പുത്താലി, അതൊക്കെ ആയിരിക്കും പാടുന്നത്. See, I'm not doing this as a like ഒരു ഫണ്ണായിട്ട് ചെയ്യുന്നതല്ല, ഞാൻ ഒരു കാര്യമാണ് പറയുന്നത്. ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ,
നിങ്ങൾ എക്സാം കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ പോയി പാട്ട് കേട്ടോ? നിങ്ങൾ എക്സാം കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ പോയിട്ട് ബിരിയാണി കഴിക്കുക, ബർഗർ കഴിക്കുക, പിസ്സ കഴിക്കുക, നോ പ്രോബ്ലം. രാവിലെ ഇറങ്ങുമ്പോൾ മിസ്സെ കഴിക്കാൻ തോന്നില്ല, വിശക്കത്തില്ല എന്ന് പറയും ചിലര്. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ രാവിലെ ഇറങ്ങുമ്പോൾ ഒരു ലൈക്ക് ബനാന, ഒരു ഏത്തപ്പഴോ നേന്ത്രപ്പഴോ നിങ്ങൾ എന്താ വിളിക്കുന്നത് അത് പറ്റുമോ, അല്ലെങ്കിൽ ഒരു മുട്ട ബോയിൽ ചെയ്ത് കഴിക്കുക, അല്ലെങ്കിൽ ബ്രെഡോ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കുക. വയറിലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അസിഡിറ്റിന്റെ പ്രശ്നം ഉണ്ടാവും, നമുക്ക് ഒന്നും എക്സാം ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ തളർന്നു പോകും, നമ്മൾ പെയിലാവും, നമുക്ക് തല കറങ്ങുന്ന പോലെ ഫീൽ ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. സോ വെള്ളമൊക്കെ കുടിച്ച് അത്യാവശ്യം കുറച്ച് ആഹാരം കഴിച്ചു. ഒരുപാട് കഴിക്കണമെന്ന് പറഞ്ഞാൽ ഒരുപാട് കഴിച്ചാൽ ഉറക്കം വരും. ഈ സെക്കൻഡ് ഷിഫ്റ്റ് ഒക്കെ ഉള്ളവർ ഉച്ചയ്ക്ക് ശേഷം എക്സാമിനേഷൻ ഉള്ളവർ ബേസിക്കലി ബിരിയാണിയൊക്കെ അടിച്ചിട്ടാണ് പോയിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ കറങ്ങും, ഒന്നും ഉറങ്ങില്ല, നല്ല ഉറക്കവും വരും. കാരണം നമ്മൾ അത്രയും സൈലൻസിലാണ് പരീക്ഷ എഴുതായിരിക്കുന്നത്, നമുക്ക് നല്ലോണം ഉറങ്ങാൻ തോന്നും. അതുകൊണ്ട് എക്സാമിന് മുന്നേ ബൾക്കായിട്ട് ഫുഡ് കഴിക്കുക. അത് ലൈറ്റായിട്ട് ചോറും കറിയും ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല, വളരെ കുറച്ച് ചോറും കുറച്ച് കറിയും കഴിച്ചാൽ മതി. ഉച്ചയ്ക്ക് ശേഷം പരീക്ഷ എഴുതുന്നവരുടെ കാര്യം പറഞ്ഞത്. അല്ലാത്തവർ എന്ത് ചെയ്യുക, ബേസിക്കലി കുറച്ച് ആഹാരം കഴിച്ചിട്ട് പരീക്ഷിക്കുക. പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്തിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വാങ്ങി കഴിക്കും, നോ പ്രോബ്ലം. അതുപോലെ ഇപ്പോൾ വണ്ടിയിൽ ഇരിക്കുന്ന സമയത്ത് ചെവിയിൽ പാട്ട് വെച്ച് പാട്ട് കേൾക്കാതിരിക്കുക. തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ പാട്ട് കേട്ടോ, കുഴപ്പമില്ല. അതിനുശേഷം നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പോക്കോ, ഊട്ടി കൊടൈക്കനാൽ എവിടാന്ന് വെച്ചാൽ പോക്കോ, പരീക്ഷ വരെ പോകണ്ട. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആൻഡ് ഇനിയിപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞ് പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിന് പ്രിപ്പറേഷൻ തുടങ്ങാനാണെങ്കിൽ നമ്മുടെ ഓൾറെഡി മെയിൻസ് ബൂസ്റ്റർ ബാച്ച് റണ്ണിംഗ് ആണ് 2.0, അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുകയാണ്, നിങ്ങൾക്ക് ബേസ് മുതൽ അഡ്വാൻസ് വരെ ക്ലിയർ ചെയ്ത് വരാൻ പോകുന്ന ബാങ്ക് എക്സാംസ് ക്വാളിഫൈ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ RRB PO ക്ലർക്കിന്റെ ബാച്ച് 2.0 ഇപ്പോൾ റണ്ണിംഗ് ആണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാം. സെപ്റ്റംബർ 10 ആണ് നമ്മൾ ഓൾറെഡി ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തു. ബട്ട് I promise you guys can join now. Admissions are still open. നിങ്ങൾ വീണ്ടും ജോയിൻ ചെയ്ത് പഠിക്കാൻ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ പറഞ്ഞൊന്നും മറക്കണ്ട. ഓൾവേസ് റിമെമ്പർ, ദിസ് ഈസ് യുവർ എക്സാം. നോബഡി ക്യാൻ ഡു ദാറ്റ് ബെറ്റർ ദാൻ യു. നിങ്ങളെക്കാളും നന്നായിട്ട് ഒരാൾക്കും, നിങ്ങൾക്ക് മാത്രമേ നന്നായിട്ട് പെർഫോം ചെയ്യൂ. നിങ്ങളുടെ ഒരു ഗെയിമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ദിവസമാണത്, നിങ്ങളുടെ എക്സാം ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പഠിച്ചത് എന്തോ എനിക്ക് ആ പഠിച്ചതൊരു വിശ്വാസമുണ്ട്, അതെനിക്ക് ഓർമ്മ വരും. എനിക്ക് ഓർമ്മ വരുന്നത് കൊടുത്ത് എൻ്റെ ബെസ്റ്റ് കൊടുത്ത് എൻ്റെ പരമാവധി കഴിവിനെ ഞാൻ ട്രൈ ചെയ്യും. ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ഓക്കെ, ഞാൻ ഒരിക്കലും കുറച്ച് ചെയ്യില്ല. അതായത് എനിക്ക് ഇത്രയും കഴിവുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം, അപ്പോൾ അതിൽ കുറവ് ഞാൻ ചെയ്യില്ല, അതിൻ്റെ ബെസ്റ്റ് തന്നെ ഞാൻ കൊടുക്കും. ആൻഡ് ഐ വിൽ ഓൾവേസ് ബി പോസിറ്റീവ്. സോ ഫിസിക്കലി മെൻ്റലി ഹെൽത്തി ആയിട്ടിരിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക, റിവിഷൻ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, സ്റ്റേ ഹൈഡ്രേറ്റഡ്, ഹാവ് പ്രോപ്പർ സ്ലീപ്പ്. നിങ്ങൾ കുറച്ച് നാളത്തേക്ക് ജങ്ക് ഫുഡും മൊബൈൽ സ്ക്രോളിങ്ങും ലേറ്റ് നൈറ്റ് ഔട്ടിങ്ങും ഒക്കെ ഒന്ന് ഒഴിവാക്കി നന്നായിട്ട് നല്ല മനസ്സോടെ പോയി പരീക്ഷ എഴുതൂ. ഞങ്ങളിവിടെ സൈലന്റ് ബാങ്കിങ് ടീമിലെ ഓരോ ഫാക്കൽറ്റിയും നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ്. സീ യു ആഫ്റ്റർ എക്സാംസ്. ബൈ.